നിങ്ങൾ ഈ ഡോഗ് ട്രെയിനിങ്ങിലെ പാക്ക് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? പണ്ട് കാലത്തൊക്കെ ട്രെയിനേഴ്സ് ചെയ്തിരുന്ന ഒരു രീതിയാണ് പാക്ക് ലീഡർഷിപ്പ്. ഇപ്പോഴും സീസർ മിലാനെ പോലുള്ള ട്രെയിനേഴ്സ് അതിനെ നല്ലോണം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ പാക്ക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമൊന്നുമല്ല. എന്താ ഈ പാക്ക് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സിലോട്ട് ഓടി വരുന്ന കാര്യം ഞാൻ പറയട്ടെ. ഒരാൾ ലീഡറായിട്ട് നിൽക്കുന്നു, നമ്മുടെ അധികാരം കൊണ്ടിട്ട് അടിച്ചമർത്തി അതിന്റെ താഴെ ജീവിക്കാനായിട്ട് അനുവദിക്കുന്നു. ഇതല്ലേ പെട്ടെന്ന് മനസ്സിലാക്കി വന്ന കാര്യം. പ്രോപ്പറായിട്ട് ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നതിനകത്ത് ഇങ്ങനൊരു കാര്യം, അതായത് ഒരു അധികാരം സ്ഥാപിക്കൽ, ഭരിക്കുക, അങ്ങനൊന്നും ഇല്ല. നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ആ ഒരു ലൈനിലോട്ട് ഭരണം വരുന്നുണ്ട്, എന്നാൽ പോലും അങ്ങനെയല്ല വേണ്ടതെന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജിലോ ഡോഗ് ട്രെയിനിങ്ങിന്റെ വന്നേക്കുന്നതെന്ന് പറയുന്നത് പോസിറ്റീവ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്തു, റിവാർഡൊക്കെ കൊടുത്തിട്ട് കൊണ്ടുവരുന്ന ഒരു സ്റ്റേജ് വന്നു. അതും നല്ല കാര്യമാണ്. എൻ്റെ ഒരു ഇത്രയും നാളത്തെ ഒരു ഇതിനകത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് പോകുന്നതാണ് ഏറ്റവും നല്ല ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. റീസൺ എന്താണ്? ഡോഗ്സ് എന്ന് പറയുന്ന ഒരു പാക്ക് ആനിമലാണ്. ആ കാര്യത്തിൽ തർക്കമൊന്നും ഇല്ല. പുറത്തോട്ട് നോക്കിയാൽ പോരെ, ഡോഗ്സ് ഗ്യാങ് ആയിട്ടല്ലേ പോകുന്നത്. അവർ ഗ്യാങ് ആയിട്ട് ജീവിക്കുന്നതാണ്. മനുഷ്യനും ഒരു സോഷ്യൽ ആനിമലാണ്. ഗ്യാങ് ആയിട്ട് ജീവിക്കുന്നവരാണ്. ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർ കാണും, എന്നാൽ പോലും ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാങ് ആയിട്ട് തന്നെ ജീവിക്കുന്നവരാണ്. അവർക്കൊരു ലീഡർ ഉണ്ടായിരിക്കും എന്തുവാണെങ്കിലും. നമ്മുടെ ഒരു ഫാമിലിക്ക് അകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ അവിടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്, അങ്ങനെ ഒരാൾ കാണത്തില്ല ആ പൊസിഷനിൽ. നമ്മുടെ ഒരു ക്ലാസ് റൂമിനകത്തേക്ക് വരിക, അവിടെ ഒരു ലീഡർ ഇല്ലേ? നമ്മുടെ സൊസൈറ്റിയിലോട്ട് വരിക, നമ്മുടെ സംസ്ഥാനത്തിന്റെ ലീഡറുണ്ട്, നമ്മുടെ രാജ്യത്തിന് ലീഡറുണ്ട്. എവിടെ നോക്കിക്കഴിഞ്ഞാലും ലീഡർഷിപ്പ് പൊസിഷനിൽ ഒരാൾ ഉണ്ടായിരിക്കും. അതെന്ന് പറയുന്നത് ഗ്യാങ് ആയിട്ട് ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളുടെയും ഒരു റൂൾ എന്ന് പറയുന്ന കാര്യമാണ്. നമുക്ക് ആ ലീഡറിന് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാറി മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വോട്ട് ചെയ്യാറുണ്ട്, ശരിയല്ലേ? ഡോഗ്സിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇത് തന്നെയാണ്. പക്ഷേ എവിടാണ് നമുക്ക് തെറ്റിപ്പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഒരു ലീഡറിന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നിടത്താണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും ഡോഗ്സ് ഉണ്ട്, ഇവരെ എല്ലാവരെയും അടിച്ചമർത്തുക, ഭരിക്കുക, ഇങ്ങനെ പറയുന്ന ഒരു കാര്യം ഒരു ലീഡറിൻ്റെതല്ല. ലീഡറിന്റെ ജോലി എന്ന് പറയുന്നത് ഗൈഡ് ചെയ്യുവാണ്, ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ലൈഫ്. ഇവിടെ 6 പേരുണ്ട്. ഇവർക്ക് 6 പേർക്കും കൂടെ ഹാപ്പി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മളിവിടെ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വലിനും പേഴ്സണൽ നീഡ്സ് ഉണ്ട്. ഇവന്റെ ആവശ്യങ്ങളായിരിക്കത്തില്ല അവളുടെ ആവശ്യങ്ങളായിരിക്കത്തില്ല ഇവരുടെ ആവശ്യങ്ങൾ. അതിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് പോകണം. അതേസമയം തന്നെ ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒരു ഹാപ്പി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും വേണം. നമ്മുടെ കയ്യിൽ ഒരു പാത്രം ഫുഡ് ഉണ്ട്. ആ ഫുഡ് എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ട് ഇവർക്ക് എല്ലാം കിട്ടുന്ന വിധത്തിൽ അവരുടെ സൈസ് അനുസരിച്ചിട്ട് അവർക്ക് വേണ്ടുന്ന അത്രയും വിധത്തിൽ നമ്മൾ വീതിച്ചാൽ മാത്രമേ നമ്മളൊരു കറക്റ്റ് ലീഡർ ആവത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് കൂടുതൽ വാരിക്കോരി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലീഡർ ആവത്തില്ല. അപ്പൊ എല്ലാവരും നമ്മളെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇത്രയുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഒരു ലീഡർ എയിം ചെയ്യുന്ന ഇമോഷൻ ഹാപ്പിനെസ് ആണ്, സന്തോഷം. സന്തോഷം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടും വരും, മൊത്തത്തിലുള്ള യൂണിറ്റിനും വരണം. ചില സമയത്ത് ഈ യൂണിറ്റിന് എല്ലാവർക്കും സന്തോഷം ഉണ്ടാവത്തില്ല. ഉണ്ടാകാത്ത സമയത്ത് എന്തോ ഉണ്ടാവും? അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു ഫുഡിന്റെ പാത്രം അവിടെ നടുക്കൊണ്ട് വെച്ച് കൊടുത്തിട്ട് പോകുന്നു, അവർ തമ്മിൽ അടി ഉണ്ടാവത്തില്ലേ? അപ്പൊ അവിടെ ഒരു വഴക്കുണ്ടാവുകയാണ്. ആ വഴക്കുണ്ടാകുന്ന സമയത്ത് അവിടെ റോൾ എടുത്ത് ആരെന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട ഞാൻ ഡിസൈഡ് ചെയ്യാം, അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വരുന്ന ഒരാളും കൂടെ ആയിരിക്കണം ലീഡർ എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എന്തുവാണ്? എല്ലാ ദിവസവും പാത്രം കൊണ്ടുപോയിക്കും അടി. ഇതിനകത്ത് ആരാണോ കയ്യൂക്കുള്ളവൻ അയാൾ എല്ലാ സംഭവങ്ങളും നേടിയെടുത്ത് മുന്നോട്ട് ജീവിച്ച് പോകും. ബാക്കിയുള്ളവരെന്ന് പറയുന്നത് ഭക്ഷണം കിട്ടാതെ ഏറ്റവും താഴേക്ക് പോകും. നമ്മുടെ സൊസൈറ്റി നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു കാര്യമല്ലേ. സൊസൈറ്റിയിൽ മേളിൽ നിൽക്കുന്ന നല്ല ക്യാഷൊക്കെ ഉള്ളവർ സമ്പാദിച്ച് പോകും, ദരിദ്രരായിട്ടുള്ളവർ അങ്ങനെ പോകും. അപ്പൊ കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലുള്ള അപാകതയാണ് ലീഡർഷിപ്പിന്റെ പോരായ്മയാണ്. അതേപോലെ തന്നെയാണ് ഡോഗ്സിന്റെ കാര്യം. നമ്മളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോഴത്തേന് നേരെ ലീഡർ മുന്നോട്ട് ചെല്ലുന്നു, അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി, പാത്രം നമ്മുടെ കയ്യിലെടുക്കുന്നു. എന്തുവാണോ എന്തിനു വേണ്ടിയിട്ടാണോ ഇവർ വഴക്കിട്ടത് അതിന്റെ കൺട്രോൾ ഏറ്റെടുക്കുന്ന ആളായിരിക്കണം കറക്റ്റ് ആയിട്ടുള്ള ലീഡർ എന്ന് പറയുന്നത്. അതിനുശേഷം എന്തിനാണ് വഴക്കുണ്ടായത് എന്ന് മനസ്സിലാക്കുന്നു, പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ഭാവിയിൽ ഈ വഴക്കുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസും എടുക്കുന്നു. ഇതേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിരിക്കണം കറക്റ്റ് ആയിട്ടുള്ള ലീഡർ. അല്ലാതെ ഇവരെ എല്ലാവരെയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭരിക്കാം, ഒരുത്തനും ഇതിനകത്ത് തൊട്ട് പോരും, ഇതെല്ലാം എനിക്കുള്ളതാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ടിട്ട് കാര്യമില്ല. അപ്പം ഈ പറയുന്ന എല്ലാവർക്കും നമുക്ക് എതിരെ ഒരു എതിർപ്പ് മാത്രമായിരിക്കും മനസ്സിലുണ്ടാകുന്നത്. ആരുടെ ആവശ്യങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഈ ഫുഡിന്റെ ക്വാണ്ടിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഫൈറ്റ് ഉണ്ടാകുക അവിടെ. അപ്പൊ നമ്മൾ സപ്ലൈ കൂട്ടുക എന്ന് പറയുന്ന കാര്യം, ഇതെല്ലാം നേടിയെടുത്ത് കൊണ്ടുവരിക, അത് എവിടെ കിട്ടുമെന്ന് മനസ്സിലാക്കുക, ഇവരുടെ കൂടെ സഹായത്തോടു കൂടി വേണമെങ്കിൽ നേടിയെടുക്കുക. അത് കാരണം കാട്ടിലെ നിയമം എന്ന് പറയുന്നത് ഹണ്ടിങ്ങിന്റെ സമയത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിനെല്ലാത്തിനും ലീഡ് ചെയ്യണം. അപ്പൊ ലീഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഓരോ റിക്വയർമെന്റ്സ് ആണ്. ഫുഡ്, ഷെൽട്ടർ, അതേപോലെ സെക്യൂരിറ്റി. അവരുടെ ഇൻസെക്യൂർഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഹാപ്പിനെസ് ഒരിക്കലും ഉണ്ടാകത്തില്ല. അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായിട്ടും ഗൈഡ് ചെയ്യണം, അവരെ ലീഡ് ചെയ്യണം, അതിന്റെ മുന്നിൽ നിൽക്കണം. ഒരു ഫൈറ്റർ, ഒരു എതിരാളി വന്നു കഴിഞ്ഞാൽ അതിന്റെ മുന്നിൽ നിൽക്കണം, അതിനകത്തും ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആര് മുന്നിൽ നിൽക്കണം എന്നുള്ള ഡിസൈഡ് ചെയ്യണം, അവരെ അതിന് വേണ്ടിയിട്ട് വിടണം, പിന്നിൽ നിന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം.
നമ്മുടെ രാജ്യം സംരക്ഷിക്കുക എന്ന് പറയുന്ന പോലെ ഇവരുടെ ടെറിട്ടറി സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യവും കൂടെ ഒരു ലീഡറിനുണ്ട്. ഇമോഷണൽ ആയിട്ടുള്ള ആംഗിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയിം ചെയ്യുന്നത് ഹാപ്പിനെസ് തന്നെയാണ്. സ്വന്തം ഇമ്പോർട്ടൻസ് കുറച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടി എന്തൊക്കെ ചിന്തിക്കാം എന്നുള്ള ആംഗിളിൽ പോകുന്ന ഒരാൾക്ക് മാത്രമേ ലീഡർ ആകാനായിട്ട് പറ്റത്തുള്ളൂ. അത് മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ നമുക്ക് സിറ്റ് കമാൻഡ് പഠിപ്പിക്കാം, ഡൗൺ കമാൻഡ് പഠിപ്പിക്കാം, എല്ലാം നമുക്ക് ട്രീറ്റുകൾ വെച്ച് പഠിപ്പിക്കാം. പക്ഷെ ഏത് സമയത്ത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അവരായിരിക്കും തീരുമാനിക്കുന്നതെന്ന് പറയുന്നത്. ലീഡറിന് അതിനകത്ത് ഒരു റോളും കാണത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ കമാൻഡ്സുകൾ പഠിപ്പിക്കുന്നത് എന്തിനാണ് ഇന്ന് ഇവർക്കൊരു ഐഡിയ വേണം. നമ്മൾ കുറേ കമാൻഡ്സ് പഠിപ്പിക്കുന്നു, അത് ചുമ്മാ പറയുന്നു, പോകുന്നു. അപ്പം നമുക്ക് അവിടെ ഒരു കോർഡിനേഷൻ ഇല്ല. ഇപ്പം 6 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഈ 6 പേരടങ്ങി നിങ്ങൾ ഇയാൾ വരെ എല്ലാവരും ഒന്ന് കാണിച്ചേ. ഓരോരുത്തർ കഥ കേട്ടോണ്ടിരിക്കുന്നതൊക്കെ കാണാം. അതാണ്ട് ഇവിടെ 2 പേര് ഇതോ അങ്ങോട്ടൊന്ന് തിരിച്ചേ, അവിടെ കഥ കേട്ടോണ്ടിരിക്കും. എന്താണ്ട് ഇവിടെ ഒരാൾ കഥ കേട്ടോണ്ടിരിക്കുന്നത്. നമ്മളിവിടെ ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ടിട്ടല്ല ഇവരെല്ലാവരും ഇതൊന്ന് കേട്ടോണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവർക്ക് ഈ ഞാൻ പറയുന്നത് എന്തോ ഒന്ന് മനസ്സിലാവുന്നത് പോലും ഇല്ല. പക്ഷേ ഇയാൾ പറയുന്നതിൽ എന്തൊക്കെയോ കാര്യങ്ങൾ കാണാം എന്നുള്ളൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് അവിടെ എവിടെയൊക്കെ ശ്രദ്ധിക്കും. ഇതോ ടെറിയൊക്കെ നോക്ക്, ഇതുണ്ടോ പ്രഭാഷണം എല്ലാം കേട്ട് ഉറങ്ങാതിരിക്കുന്ന അവനാണ് നമ്മളൊന്ന് സമ്മാനം കൊടുക്കേണ്ടത്. ഇവിടെ അപ്പൊ അവനെ ശല്യപ്പെടുത്താനായിട്ടാണ് അവൾ പോകുന്നത്. ഒരു കോൺഫ്ലിക്റ്റ് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റൂട്ടിൽ പോകണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ സെറ്റ് ചെയ്യണം. ആ ഒരു ജോലിയും കൂടെ ലീഡറിനുണ്ട്. അല്ലാതെ എല്ലാവരും ഒരേ വഴി ഒരേ രീതിയിൽ പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഓർഡർ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഫൈറ്റ് ഉറപ്പല്ലേ? തീർച്ചയായിട്ടും ഫൈറ്റാണ്. ആരാദ്യം പോകണം, ആദ്യം രണ്ടാമതാര് പോകണം, അങ്ങനെ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഒരു ഡോഗിനെ വളർത്തുമ്പോൾ നിങ്ങൾക്ക് വലിയതായിട്ട് ഇതൊന്നും വരത്തില്ല. പക്ഷെ തീർച്ചയായിട്ടും ഒരു മനുഷ്യന് ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ സൊസൈറ്റിയിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ എല്ലായിടത്തും നമുക്ക് വരും. നമുക്കൊരു ഫാമിലി ഉണ്ടെങ്കിൽ ആ ഫാമിലിക്കകത്തും അത് വേണ്ടി വരും. നമ്മൾ വീക്കാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയും വീക്കായിരിക്കും. നമ്മുടെ ഫാമിലി വീക്കാണെന്നുണ്ടെങ്കിൽ സൊസൈറ്റിയും വീക്കായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒത്തുപിടിച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നല്ലൊരു സൊസൈറ്റി നമുക്ക് കെട്ടിപ്പടുക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.